ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഹോം അപ്ലയൻസ് ബൈയിങ് ഗൈഡാണ് ആക്ച്വലി. കഴിഞ്ഞ തവണ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എ സി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് എ സി ആണ് വാങ്ങേണ്ടത്, ആ ഒരു എ സി എന്ന പ്രോഡക്റ്റിൻ്റെ ഒരു ബൈയിങ് ഗൈഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവർക്ക് കാണാം. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഫ്രിജറേറ്റർ, അതായത് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജ് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് മേടിക്കേണ്ടത്? ഇപ്പോൾ 2 പേരുള്ള വീട്ടിൽ 1 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, പക്ഷേ കുറച്ചുകൂടി ബെസ്റ്റ് ഓപ്ഷൻ എങ്ങനെയൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ വീഡിയോനെ 3 ബയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഒരു സ്മോൾ ഫാമിലി, അതായത് ബഡ്ജറ്റ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എന്നുള്ള സെഗ്മെൻറ്റ്. രണ്ടാമത്തത് ഒരു റെഗുലർ ഫാമിലി, ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആഗ്രഹിക്കുന്ന ഒരു മീഡിയം സൈസ് ഫാമിലി. മൂന്നാമത്തത് ഏറ്റവും ഒരു 5 മുതൽ 6 പേരൊക്കെ ഉള്ള ഒരു ഫാമിലി, ബട്ട് ഒരു വലിയ ലക്ഷറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു റെഫ്രിജറേറ്ററാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് മേടിക്കണം. അപ്പോൾ ഈ 3 സെഗ്മെൻറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൻ്റെ ഇടയ്ക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോനെ നിങ്ങൾക്ക് പ്രോപ്പർലി സ്കിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യാം. ആദ്യം നമുക്കൊരു നോർമൽ റെഗുലർ ഫാമിലി നോക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഡോർ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഡബിൾ ഡോറിന് കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് നിങ്ങൾ നോക്കുന്നത്. ഒരു മിഡ് റേഞ്ച്, പ്രീമിയം ഒന്നും പറയുന്നില്ല, ഒരുപാട് ബഡ്ജറ്റ് ഒന്നും പറയുന്നില്ല, ഒരു മിഡ് റേഞ്ച് ഫ്രിഡ്ജാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നാമത്തത് LGയുടെ 242 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ 3 സ്റ്റാർ AC. ഇതൊരു ഡബിൾ കൂളിംഗ് പ്ലസ് ടെക്നോളജി ഉള്ള ഒരു AC ആണ്. ഈ 3 സ്റ്റാർ 5 സ്റ്റാർ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി മറ്റേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ അകത്ത് ഏകദേശം 1500 മുതൽ 2000 രൂപയ്ക്കകത്ത് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ 3 സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ എനർജി കൺസപ്ഷൻ കൂടുതലായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞതാണേ. ഈ ഒരു LGയുടെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കൂളിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ വരെ കൂളിംഗ് ഉണ്ട്. നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില പ്രോഡക്റ്റ്സ് ചില സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് കുറവായിരിക്കും, ചില സ്ഥലത്ത് കൂളിംഗ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിപ്പറക്കി അങ്ങ് വല്ലയിടത്തുമൊക്കെ വയ്ക്കാന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മലക്കറി വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ മലക്കറിയല്ല, നമ്മുടെ വെജിറ്റബിൾസ് വെക്കേണ്ട പച്ചക്കറി വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ഫ്രൂട്ട്സ് വെക്കേണ്ട വേറൊരു സ്ഥലമുണ്ട്. ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡോർ കൂളിംഗ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ് എല്ലായിടത്തേക്കും കൊണ്ടുപോകും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണല്ലോ നമ്മളെപ്പോഴും പാല് വയ്ക്കുന്നതും അതുപോലെ തന്നെ ബട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കണേ. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ അങ്ങനെയാണ്. പാല്, വാട്ടർ ബോട്ടിലുകൾ, ബട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്രോപ്പർലി കൂളായിട്ടിരിക്കും. പൊതുവെ ഫ്രിഡ്ജുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ ഡോർ സൈഡ് കൂളിംഗ് ഭയങ്കര കുറവാണ് എന്നുള്ളത്. ഈ ഒരു ഫ്രിഡ്ജിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ആൻഡ് ഇതിനകത്ത് സ്മാർട്ട് ഇൻവേർട്ടർ കംപ്രസർ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും ആൻഡ് ക്വയറ്റർ ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, ഈ ഫ്രിഡ്ജ് ഒരു സൗണ്ട് ഉണ്ടാക്കും, ഒരു വൃത്തിയുടെ സൗണ്ട്. അപ്പോൾ ആ സൗണ്ടൊന്നും ഇല്ലാതെ ക്വയറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രിഡ്ജാണ്. അടുത്ത് സാംസങ് എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ 236 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ 3 സ്റ്റാർ കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ, ഡിസ്പ്ലേ പ്ലസ് ഡിജിറ്റൽ ഇൻവേർട്ടർ വരുന്ന ഒരു റെഫ്രിജറേറ്റർ ആണ്. ഇതിനകത്ത് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീസറിനകത്ത് വെക്കാൻ മാത്രം സാധനങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രീസറിനെയും ഒരു ഫ്രിഡ്ജ് പോലെ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ടെക്നിക്കലി നമുക്ക് ഫ്രീസറിൻ്റെ അകത്ത് നമുക്ക് പാല് കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ, വെള്ളം കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ, കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസായി പോകും. പക്ഷേ നിങ്ങൾക്ക് ഫ്രീസറിൻ്റെ അകത്ത് വെക്കാൻ മീറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ആ എൻറ്റയർ ഫ്രീസറിനെ ഒരു ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഗുഡ് ഫീച്ചർ. ഇതിനകത്തൊരു ഡിജിറ്റൽ ഇൻവേർട്ടർ സാംസങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ നോക്കിയിട്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള ഫ്രിഡ്ജിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു സുന ഉണ്ടായിരുന്നു. ആ സുന പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മാത്രമാണ് ഫ്രിഡ്ജ് വർക്ക് അവിടെ. അടുത്ത ഓപ്ഷനും സാംസങ് തന്നെയാണ്. സാംസങ്ങിൻ്റെ 236 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ കൺവേർട്ടബിൾ റെഫ്രിജറേറ്റർ. ഇതിനകത്തൊരു കൂൾ പാക്കും അതുപോലെ തന്നെ മൂവബിൾ ഐസ് മേക്കറും വരുന്നുണ്ട്. ചില ഫ്രിഡ്ജുകളിൽ ഞാൻ പണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് അവരുടെ ഫ്രിഡ്ജിൽ ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു ഈ ഒരു സാധനം തിരിക്കുന്ന സമയത്ത് ഐസ് വന്ന് വീഴും. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഈ ഒരു സ്പെസിഫിക് ഫ്രിഡ്ജ് നിങ്ങളുടെ വീട്ടിൽ റെഗുലറായിട്ട് പവർ കട്ടും കറണ്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. കൂൾ പാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാലും കുറേ നേരത്തേക്ക് ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് ആ ഒരു തണുപ്പ് പിടിച്ച് നിർത്തുന്ന ഒരു ടെക്നോളജിയാണിത്. ദാറ്റ് മീൻസ് ഒരുപാട് കറണ്ട് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ അതിൻ്റെ അകത്തുള്ള മീനും മുട്ടയും കാര്യങ്ങളൊന്നും ചീത്താവാതെ ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ ഇരുന്നോളും. നിങ്ങൾ ഒരുപാട് തുറക്കെ അടക്കുകയും ചെയ്യാതിരുന്നാൽ മതി. അതായത് ഇപ്പോൾ കറണ്ട് പോയെന്ന് വെച്ചോ, ഫ്രിഡ്ജിന് ഒരു 4 തവണ 5 തവണ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള കൂളിംഗ് പെട്ടെന്ന് പോകും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിനകത്ത് വരില്ല. പിന്നെ വരുന്നത് മൂവബിൾ ആയിട്ടുള്ള ഐസ് മേക്കർ. അതായത് ഐസ് ഉണ്ടാക്കുന്ന ഐസ് മേക്കർ
അതൊരു സെഗ്മെൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. അതിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഫ്രീസറിൻ്റെ അകത്ത് ഈ ഐസ് മേക്കർ ഉള്ള ഫ്രീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾക്ക് പക്ഷേ കുറച്ച് ഒരു വലിയ ടർക്കിയൊക്കെ കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഐസ് മേക്കറിനെ നമുക്ക് മൂവ് ചെയ്തെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഫ്രീസർ ഉപയോഗിക്കാം, വിച്ച് ഈസ് വെരി കൺവീനിയൻറ്റ്. അടുത്ത ഓപ്ഷനാണ് IFBയുടെ 242 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ 7-in-1 മോഡുള്ള 360 കൂളിംഗ് ടെക്നോളജിയും ഡിയോഡറൈസറൊക്കെ ഉള്ള ഒരു ഫ്രിഡ്ജ്. ഇതിനകത്ത് മെയിൻലി വരുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ കൂളിംഗ് മോഡുകളുണ്ട്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് കൂളിംഗ് മോഡുകൾ മാറ്റേം തിരിക്കുകയൊക്കെ ചെയ്യാം. രണ്ടാമത്തത് 360 ഡിഗ്രി കൂളിംഗ് ടെക്നോളജി അതിനകത്തുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ ഭാഗത്തും ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, കൂളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ള ഡിയോഡറൈസർ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചില സമയത്ത് മീനും സാധനങ്ങളൊക്കെ വെക്കപ്പോൾ ആ മീനിൽ നിന്നും കറിയിൽ നിന്നൊക്കെ ഉള്ള മണം ഇപ്പോൾ ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ അകത്തേക്ക് വരിക. ഇപ്പോൾ ഏറ്റവും പ്രൈം എക്സാമ്പിൾ ഒരു വാട്ടർമെലൺ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ വത്തയ്ക്ക നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് വേറെ കറികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗാർലിക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ മണം ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിയുടെ മണം പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മുടെ ഓവറോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ചീത്ത മണം അത് റെഡ്യൂസ് ചെയ്യും. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഭയങ്കര മണമുണ്ട്, ആ മണം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു മോഡൽ. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് ബോഷിൻ്റെ 243 ലിറ്റർ ഫ്രോസ്റ്റ് ഫ്രീ ലാർജ് LED ഡിസ്പ്ലേ ഉള്ള ആൻഡ് 18 മണിക്കൂർ കൂളിംഗ് റിട്ടൻഷൻ ഉള്ള ഒരു റെഫ്രിജറേറ്റർ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാലും 18 മണിക്കൂറത്തേക്ക് ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൂളിംഗ് റെഗുലേറ്റഡ് ആയിരിക്കും, അതായത് തണുപ്പുണ്ടായിരിക്കും. ഇപ്പം നോർമൽ ഒരു ഫ്രിഡ്ജൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഐസ് എല്ലാം അലിഞ്ഞ് ഫുൾ വിഷയമാവും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. 18 മണിക്കൂർ അതിനകത്തുള്ള ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് തന്നെ കീപ്പ് ആവും. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്ന മീറ്റും അല്ലെങ്കിൽ കേടായി പോകുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പ്രീമിയം ലെവൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 5-6 പേരൊക്കെ ഉള്ള ഒരു ഫാമിലി, കുറച്ച് വലിയൊരു ഫ്രിഡ്ജ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേർപൂളിൻ്റെ 300 ലിറ്റർ ട്രിപ്പിൾ ഡോർ റെഫ്രിജറേറ്റർ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരിടത്ത് സ്റ്റഫ് ചെയ്ത് വെക്കലായിരിക്കില്ല. ഇതിനകത്ത് എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മിക്സ് ആയി പോകുന്ന മണങ്ങളൊന്നും വരില്ല. അതായത് ഈ മീൻകറിയുടെ മണം ചിക്കൻ കറിയിൽ വരിക, ഒനിയൻ്റെ മണം വത്തക്കയിൽ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം സൂപ്പറായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തുള്ള മണം റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കൂളിംഗ് റിട്ടൻഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാലും കുറേ നേരം തണുപ്പ് നിൽക്കുന്ന കൂളിംഗ് റിട്ടൻഷൻ ടെക്നോളജി ഇതിനകത്തുണ്ട്. പിന്നെ ഇൻവേർട്ടർ കംപ്രസർ, അതായത് കറണ്ടൊക്കെ പെട്ടെന്ന് മിന്നൽ വന്ന് അടിച്ചു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സേഫ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ്. അതൊന്നും അല്ലാതെ ഇതിൻ്റെ ഏറ്റവും വലിയ മികവ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ കപ്പാസിറ്റിയാണ്. ഒരു 5 പേര് ഉള്ള ഒരു വീട്ടിൽ നമുക്ക് 1 കിലോ ചിക്കൻ വെച്ചിട്ട് നമുക്ക് പറ്റൂല. ചിലപ്പോൾ ഒരു 3-4 കിലോ ചിക്കനും മീനൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കാൻ നല്ല സ്പേസ് ഉണ്ട്. ഇതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഹയറിൻ്റെ 325 ലിറ്റർ ബോട്ടം മൗണ്ട് കൺവേർട്ടബിൾ 14-in-1 മോഡുള്ള 1 മണിക്കൂർ ഐസിങ് ടെക്നോളജി ഉള്ള ഒരു റെഫ്രിജറേറ്റർ. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐസ് ഉണ്ടാക്കണം, അതായത് നമുക്ക് ഡ്രിങ്ക്സിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഐസ് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഇതിനകത്തുള്ള ടെക്നോളജി 14-in-1 മോഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൺട്രോൾസ് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ ഫ്രിഡ്ജിനെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള പ്രൈസും ഇതിനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ പ്രൈസ് അല്ലേ ഈ പറയുന്ന ഫ്രിഡ്ജുകളുടെയൊക്കെ പ്രൈസ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, ബട്ട് അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് മാത്രമല്ല, ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നതാണ്. പ്രീമിയം സെഗ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻറ്റും ആയിരിക്കും. അടുത്ത ഓപ്ഷൻ സാംസങ്ങിൻ്റെ ബെസ്പോക്ക് AI റെഫ്രിജറേറ്റർ. ആക്ച്വലി എനിക്ക് തോന്നുന്നു 2 വർഷമോ 1 വർഷമോ മുന്നേ ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഒരു സ്റ്റോറിൽ പോയിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് സാംസങ് ബെസ്പോക്കിൻ്റെ ഈ ഒരു AI റെഫ്രിജറേറ്റർ. ഇതിനകത്ത് കുറേ ലിറ്റേഴ്സിൽ, അതായത് കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. 330 ലിറ്റർ ഉണ്ട്, 350 ലിറ്റർ ഉണ്ട്, 396 ലിറ്റർ ഉണ്ട്, ഓൾമോസ്റ്റ് 400 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുണ്ട്. ഇതിലേത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വൈഫൈ കൺട്രോൾഡ് ആണ് എല്ലാം. ടെമ്പറേച്ചർ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി യൂസേജ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള AI എനർജി മോഡുകളുണ്ട്. അതായത് ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ AI അത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ആ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കൂളിംഗ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പവർ ഫ്രീസർ ഉണ്ട്. പവർ ഫ്രീസർ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഐസ് ഉണ്ടാക്കി എടുക്കുന്ന ടെക്നോളജി. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോസറി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജ് മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂൾ ചെയ്ത് കിട്ടും. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള സ്മാർട്ട് ആയിട്ടുള്ള സൂപ്പർ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണത്. നിങ്ങൾക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ go ahead, get something like that. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇനിയും വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
ഫ്രഞ്ച് ഡോർ റെഫ്രിജറേറ്റേഴ്സ്, അതായത് സൈഡ് ബൈ സൈഡ് ഡോർ വരൂലേ, അതിനകത്ത് ഏറ്റവും വലിയൊരു സാധനമാണ് സാംസങ്ങിൻ്റെ 550 ലിറ്റർ ഫ്രഞ്ച് ഡോർ റെഫ്രിജറേറ്റർ. ട്വിൻ കൂളിങ്ങും അതുപോലെ തന്നെ കൺവേർട്ടബിൾ ഫ്രീസറും ഉള്ള ഒരു മോഡലാണ്. ട്വിൻ കൂളിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീസർ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൂളാവുക, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൺട്രോൾ, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൂളാവുക. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു പറ്റിയൊരു മോഡലാണ്. അടുത്ത ഓപ്ഷൻ കുറച്ചുകൂടി എക്സ്ട്രാ കൺവീനിയൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ 560 ലിറ്റർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്. അതായത് നിങ്ങൾ കൊണ്ടുപോയി ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് കുപ്പി എടുത്ത് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഗ്ലാസും കൊണ്ട് ആ ഫ്രിഡ്ജിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റും. സോ ഇനിയും നിങ്ങൾക്ക് ഏറ്റവും മാസീവ് ആയിട്ടുള്ള കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ LGയുടെ 655 ലിറ്ററിൻ്റെ സൈഡ് ബൈ സൈഡ് ഡോർ വരുന്ന ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്. ഇതിനകത്ത് സ്മാർട്ട് ഇൻവെർട്ടർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ സെൻസേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനധികം യൂസ് ചെയ്യാനായിട്ട്. എക്സ്പ്രസ് ഫ്രീസിങ്, യെസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഐസ് ഉണ്ടാക്കാനും പെട്ടെന്ന് സാധനങ്ങൾ ഫ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രസ് ഫ്രീസിങ്, ഇതേപോലത്തെ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു അവയർനെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലരുടെയും വീട്ടിലെ കറണ്ട് ബില്ല് കൂടുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളേജ് ഇല്ല. ഒരു വീട്ടിൻ്റെ അകത്ത് വേണ്ട ഒരു ഇലക്ട്രോണിക് അപ്ലയൻസസ് മേടിക്കുന്ന സമയത്ത് എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് അപ്ലയൻസസ് മേടിക്കാനുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ്, ഒരു കംപ്ലീറ്റ് നോളജ് നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാം. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. സോ യു വിൽ ബി മച്ച് അവെയർ. നിങ്ങൾ പോയി ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുകയാണെന്നുണ്ട്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് എങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫാമിലിയുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര ലിറ്റർ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു 3 പേരടങ്ങുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 183 ലിറ്റർ മുതൽ 215 ലിറ്ററിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ മതിയാവും. അതിനകത്ത് നിങ്ങൾക്ക് 4 സ്റ്റാറോ 5 സ്റ്റാറോ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു 4 5 പേരാണെന്നുണ്ടെങ്കിൽ 240 ലിറ്റർ റേഞ്ചിലുള്ള ഒരു റെഫ്രിജറേറ്റർ ആയിരിക്കും മേടിക്കേണ്ടത്. എഗെയിൻ 4 സ്റ്റാർ or 5 സ്റ്റാർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ 5 പേരിൽ മേളിലുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 300 ലിറ്ററിന് മേളിലുള്ള കപ്പാസിറ്റി ഉള്ള റെഫ്രിജറേറ്റർ ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും വരിക. അത് മാത്രമല്ല അങ്ങനെ 300 ലിറ്റർ ഉള്ള ഒരു ഫ്രിഡ്ജിനൊക്കെ എന്തായാലും 5 സ്റ്റാർ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജിനെ കാണപ്പോൾ ഒരു ഭയങ്കര പ്രീമിയം ഫീല്, അതുപോലെ തന്നെ സ്റ്റോറേജ്, ഒരു കിച്ചന്റെ മൊത്തത്തിലുള്ള എസ്തെറ്റിക് ഒക്കെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഫ്രഞ്ച് ഡോർ റെഫ്രിജറേറ്റർ. അതായത് ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വാതിൽ തുറക്കും പോലെ തുറക്കൂലേ, അപ്പോൾ അങ്ങനത്തെ റെഫ്രിജറേറ്റേഴ്സ് മേടിക്കാം. യെസ്, അങ്ങനത്തെ റെഫ്രിജറേറ്റേഴ്സ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, ബഡ്ജറ്റ് ആയിട്ടുള്ളതും കിട്ടും. ഞാൻ ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക്, ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓഫേഴ്സോട് കൂടി നിങ്ങൾക്ക് മേടിക്കാവുന്നതുമാണ്. ഒരു പ്രോ ടിപ്പും കൂടി ഞാൻ പറയാണ്, ഓൾവേസ് പ്രയോറിറ്റൈസ് ഇൻവെർട്ടർ കംപ്രസർ, വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് സ്റ്റാർ റേറ്റിംഗ്, കാരണം എത്രത്തോളം സ്റ്റാർ കൂട്ടാൻ പറ്റുമോ അത്രയും നല്ലത്. മൂന്നാമത്തത് കൺവേർട്ടബിൾ. യെസ്, കൺവേർട്ടബിളിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദ എമൗണ്ട് ഓഫ് ഗ്രോസറീസ് യു ഹാവ് ടു പർച്ചേസ് ഇസ് വെരി ബിഗ്. അപ്പോൾ ഈ കൺവേർട്ടബിൾ ഫ്രീസേഴ്സ് ഭയങ്കര നല്ലതാണ്. സോ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് ഞാൻ തന്നേ ഉള്ളൂ. ആൻഡ് എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസും. ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.